ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്ന് 16 ഫെബ്രുവരി 2025. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് ആരാധന വർഷത്തിലെ 14ാമത്തെ ഞായറാഴ്ചയും വാങ്ങിപ്പോയ വൈദികരുടെ ഞായറാഴ്ച എന്നറിയപ്പെടുന്ന കൊഹനെ ഞായറാഴ്ചയും ആണ്. സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ എവ്സ്താത്യോസ് മെത്രാപ്പൊലീത്തായുടെ 13ാം ഓർമ്മ കൊണ്ടാടുന്ന ദിവസം കൂടിയാണ് ഇന്ന്. മാവേലിക്കര സെൻറ് പോൾസ് ചാപ്പലിൽ കബറടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വേദഭാഗമാണ്. വളരെ ഗഹനമായ ഒരു ആരാധനാ കാലത്തിലേക്കാണ് സഭ നമ്മെ വിളിക്കുന്നത്. വലിയ നോമ്പ് എന്ന മഹാ ആത്മീയ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാലത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. 2 ഞായറാഴ്ചകളിലായി വാങ്ങിപ്പോയ സകല പുരോഹിതരെയും സകല മരിച്ചവരെയും ഓർക്കുന്നു. സഭ ഏകമായി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ സഭയുടെ ഭാഗമായിരിക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹത്തെ സ്മരിക്കുകയും അവരോടൊപ്പം ഒരുങ്ങുകയും ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് വായിച്ചു തുടങ്ങുന്ന ഈ വേദഭാഗം നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും എപ്പോഴും ഒരുക്കമുള്ളവർ ആയിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്ത്യാനി ആയതിനു ശേഷം അത് മറന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്ന നരകാവസ്ഥ എന്ത് ആയിരിക്കും എന്നുള്ളതാണ്. വാങ്ങിപ്പോയ വൈദികരെക്കുറിച്ചുള്ള ഓർമ്മ ഓർത്തഡോക്സ് ബൈബിളിൽ നോക്കുമ്പോൾ മഹാജ്ഞാനം 4:7 മുതൽ 16 വരെയുള്ള ഭാഗം നമുക്ക് ഓർക്കേണ്ടതുണ്ട്. നീതിമാനായ മനുഷ്യൻ അകാല ചർമ്മമടഞ്ഞാലും ആശ്വാസം പ്രാപിക്കും എന്ന് വായിക്കുന്ന ഈ ഭാഗം നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ അറിവാണ് ഒരുവൻ്റെ നരച്ച മുടി, കളങ്കമറ്റ ജീവിതമാണ് വാർദ്ധക്യത്തിൻ്റെ പക്വത എന്നൊക്കെ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്താൽ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ഒരുവനുണ്ടായിരുന്നു. ഹാനോക്കിനെ കുറിച്ച് ആണ് പറയുന്നത്. ജീവനോടെ എടുക്കപ്പെട്ടവൻ. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിഷിക്തനാകുന്നത് മറ്റുള്ളവരെ ആത്മീയമായി നയിക്കുന്നതിനാണ് എന്നുള്ളത് നാം മറക്കരുത്. അവർ നീതിമാന്മാരാണ്. അവരെ നാം എപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കണം. അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നാം മറക്കരുത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ ദൗത്യങ്ങൾ എന്തായിരുന്നുവെന്നും അവർ നമ്മെ എങ്ങനെ നയിച്ചു എന്നും ആലോചിക്കേണ്ടതുണ്ട്. അവർ നമ്മെ ആത്മീയമായി നയിച്ചു. അവർ നമ്മെ പഠിപ്പിച്ചത് ഒന്നാമത്തത് നാം എപ്പോഴും നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ തയ്യാറുള്ളവർ ആയിരിക്കണം എന്നതാണ്. നാം അതിനായി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ചു. രണ്ടാമത്തത് നാം വിശ്വസ്തരായിരിക്കണം എന്ന് അവർ നമ്മെ പഠിപ്പിച്ചു. എങ്ങനെ വിശ്വസ്തരായിരിക്കണം? സഭയുടെ ചട്ടക്കൂട്ടിൽ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. പ്രാർത്ഥനകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം. നോമ്പ് ആചരിക്കുന്നവരായിരിക്കണം. ഉപവസിക്കുന്നവർ ആയിരിക്കണം. സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണം. ക്രിസ്ത്യാനിയായതിനു ശേഷം അത് മറന്നു പോകുന്നവർ അയാൾ ഉണ്ടാകാവുന്ന നരകാവസ്ഥയെക്കുറിച്ച് പുരോഹിതർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 33-ാം വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവ മോശെയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയും. ദൈവത്തെ മറന്ന് അവനോട് പാപം ചെയ്യുന്നവൻ്റെ പേര് അവൻ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയുമെന്ന് മോശെയോട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ 2 ഭാഗങ്ങളും കൂടി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്?
നാം ഓരോരുത്തരും നമ്മെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമ്മൾ ആ ജീവന്റെ പുസ്തകത്തിൽ പേർ ഉള്ളവരായിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ നാം നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ നമ്മെ പഠിപ്പിച്ചതുപോലെ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നാം നല്ല വിശ്വാസമുള്ളവരായിരിക്കണം. ജീവന്റെ പുസ്തകത്തിൽ നിന്നും പേര് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവം നമ്മെ ആ നല്ല ക്രിസ്തീയ ജീവിതം ജീവിപ്പിക്കുന്നതിനായി അനുഗ്രഹിക്കുന്നതിനായി നമ്മളേവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കേണ്ട സമയമാണ് ഇപ്പോൾ എന്ന് നാം മറക്കാതിരിക്കുക. കാലത്തിനനുസരിച്ച് നാം ഓരോരുത്തരും നീങ്ങുമ്പോൾ അത് നമ്മുടെ ക്രിസ്ത്യാനിത്വത്തെ ബാധിക്കുന്ന ഒന്നാണോ എന്നുകൂടി നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നാം നമ്മുടെ കർത്തവ്യങ്ങൾ പ്രവർത്തിച്ച് ഈ ലോകത്തിലെ നമ്മുടെ ദൗത്യങ്ങൾ മാത്രം നിറവേറ്റിക്കൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലത്തിൻ്റെ ഇച്ഛ നമ്മൾ ആഗ്രഹിക്കാതെ ദൈവം നമുക്ക് നമ്മുടെ പ്രവൃത്തി അനുസരിച്ചുള്ള ഫലം നമുക്ക് തരും. ആ നിത്യതയിൽ നമുക്ക് ഒരു അവകാശം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ആ വിചാരത്തോടു കൂടി ഇന്ന് ഇതേവരെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടതായ ആ വൈദിക ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ അവസരത്തിൽ നാം നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ അതിനായി ഒരുങ്ങുകയും ചെയ്യേണ്ട കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.